JP Astro ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് രാഹു കേതുക്കളുടെ രാശിമാറ്റം തുലാം രാശിക്കാരെ സംബന്ധിച്ച് 2025 രാശിമാറ്റം കൊണ്ട് ഉണ്ടാകുന്ന അനുഭവങ്ങൾ എന്താണ് എന്നാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. ഈ വർഷം അതായത് 2025 4 ഗ്രഹങ്ങളാണ് പ്രധാനമായും രാശി മാറും. മെയ് 14 വ്യാഴം രാശി മാറും. അതുപോലെ മെയ് 18 രാഹു കേതുക്കൾ രാശി മാറും. മാർച്ച് 29 ശനിയും രാശി മാറും. സാധാരണയായി ഇത്രയും ഗ്രഹങ്ങൾ ഒന്നിച്ച് രാശി മാറുന്ന വർഷം വളരെ അപൂർവമാണ്. കാരണം വ്യാഴവും ശനിയും രാഹു കേതുക്കളും എല്ലാവരും കൂടി രാശി മാറുന്ന, പ്രത്യേകിച്ച് അടുപ്പിച്ചടുപ്പിച്ച് രാശി മാറുന്ന ഒരു സാഹചര്യം വളരെ അപൂർവമായിട്ടാണ് കണ്ടുവരുന്നത്. രാഹു കേതുക്കളെ സംബന്ധിച്ച് ഓരോ വീഡിയോയിലും പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഛായാഗ്രഹങ്ങളാണെങ്കിലും രാഹു കേതുക്കളെ വളരെ അപ്രധാനമായി തഴഞ്ഞു കളയേണ്ട ഒന്നല്ല എന്ന് തന്നെയാണ് ഞാൻ ഓരോ വീഡിയോയിലും പറഞ്ഞിട്ട്. ആൻറ്റി ക്ലോക്ക് വൈസിൽ സഞ്ചരിക്കുന്ന ഗ്രഹമായതുകൊണ്ട് തന്നെ 2025 മെയ് 18 രാഹു മീനത്തിൽ നിന്ന് കുംഭൻ രാശിയിലേക്കും അതുപോലെ കേതു കന്നി രാശിയിൽ നിന്ന് ചിങ്ങൻ രാശിയിലേക്കുമാണ് രാശി മാറുന്നത്. രാഹു കേതുക്കളുടെ രാശിമാറ്റം എന്ന് പറയുന്ന ഒരു രാശിയിൽ ശരാശരി 1.5 വർഷമാണ് സഞ്ചരിക്കുന്നത്. തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം 6ാം ഭാവത്തിൽ നിന്ന് 5ാം ഭാവത്തിലേക്കാണ് രാഹു മാറുന്നത്. 12ാം ഭാവത്തിൽ നിന്ന് 11ാം ഭാവത്തിലേക്ക് കേതുവും മാറും. പൂർവ്വജന്മത്തിൽ പൂർത്തീകരിക്കാൻ കഴിയാതെ പോയ കാര്യങ്ങളുടെ തുടർച്ചയാണ് ഈ രാഹു കേതുക്കളുടെ ഓരോ രാശിയിൽ സ്ഥിതി ചെയ്യുന്നത്, ജാതകത്തിൽ വരുന്നത് എന്നൊക്കെ ഉള്ള ചില വിശ്വാസങ്ങളും അതുപോലെ തന്നെ ചില അഭിപ്രായങ്ങളും ഉണ്ട്. രാഹു കേതുക്കളുടെ പുരാണ സംബന്ധമായ കഥ എടുത്താൽ അതിൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. അതെടുക്കുമ്പോൾ അതായത് വളഞ്ഞ വഴിയിലൂടെ കാര്യം സാധിക്കാനായി പോവുകയും പിടിക്കപ്പെടുകയും അങ്ങനെ ഒന്നായി നിന്ന ഒരു ശരീരം ഛേദിക്കപ്പെട്ട് 2 ഭാഗങ്ങളായി നിലനിൽക്കുകയും ചെയ്ത ഒരു സാഹചര്യമാണ് കഥയിലുള്ളത്. അപ്പോൾ അങ്ങനെ 2 ഭാഗമായി നിന്നപ്പോൾ ഒന്നിന് തലയുണ്ട്, ഒന്നിന് ഉടലുമുണ്ട്. അപ്പോൾ തലയുള്ള ഭാഗം കൊണ്ട് ചിന്തിക്കാനുള്ള ശേഷിയും ഉടലുള്ള ഭാഗം കൊണ്ട് കർമ്മരംഗത്ത് അതായത് എന്തും ചെയ്യാനുള്ള ഒരു ശേഷിയും ഉണ്ടായി എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കൂടുതൽ ചിന്തിപ്പിക്കുന്നതും കൂടുതൽ എളുപ്പ വഴിയിൽ, കുറുക്കു വഴിയിൽ വളരെ സ്പീഡായി കാര്യങ്ങൾ എങ്ങനെ നേടാം എന്ന് ചിന്തിക്കുന്ന, അങ്ങനെ ബുദ്ധിപരമായ കഴിവിനെ പ്രയോജനപ്പെടുത്തുന്ന ഒരു ഗ്രഹമാണ് ഈ രാഹു. പൊതുവെ നോക്കിയാൽ ഏത് വിധേനയും കാര്യം സാധിക്കാൻ എന്ത് ചെയ്യണമെന്ന് പെട്ടെന്ന് അത് നേടിയെടുക്കാൻ ആ ഒരു വ്യഗ്രതയാണ്, ആ ഒരു എടുത്തുചാട്ടമാണ് മിക്കവാറും ഈ രാഹുവിനെ കൊണ്ട് ചിന്തിക്കുന്നത്. അതാണ് അതിൻ്റെ ഒരു സ്വഭാവവും. പിന്നെ ഇത് വ്യത്യാസം വരുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ജാതകത്തിൽ രാഹുവിനുമായിട്ട് ഏതൊക്കെ ഗ്രഹങ്ങൾ ബന്ധപ്പെട്ട് നിൽക്കുന്നു, ശുഭന്മാരാണോ ഇവരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത് അതോ പാപന്മാരാണോ, ഏത് അവസ്ഥയിലാണ്, ഏത് ഭാവത്തിലാണ്, ഇങ്ങനെയൊക്കെയുള്ള ആ ഒരു സ്ഥിതി അനുസരിച്ചാണ് പലപ്പോഴും ഇതിൻ്റെ ഫലവും തീരുമാനിക്കും. അതുപോലെ രാഹുവിനെ കൊണ്ട് അച്ഛൻ്റെ അച്ഛനെയും അതായത് അപ്പൂപ്പനെയും അഥവാ പിതാമഹൻ എന്നാണ് സാധാരണ പറയുന്നത്, അവരെയും, അതുപോലെ കേതുവിനെ കൊണ്ട് അമ്മയുടെ അച്ഛനെയും അല്ലെങ്കിൽ അപ്പൂപ്പനായ മാതാമഹനെയും ചിന്തിക്കാറുണ്ട്. നിലവിൽ ഇപ്പോൾ 6ാം ഭാവമായ മീനത്തിൽ നിൽക്കുമ്പോൾ അന്യദേശവാസത്തിന് കൂടുതൽ സാധ്യത വരും. ആരോഗ്യ സംബന്ധമായ ചില പ്രശ്നങ്ങൾ വരാം. ശത്രുവിനെ ഇല്ലാതാക്കാൻ ഏത് വഴിയും സ്വീകരിക്കുന്ന ഒരു നിലപാട് വരാം. ശത്രുക്കൾ ഉപദ്രവിക്കാനുള്ള സാധ്യതയും വരാം. പൊതുവെ ചില നേട്ടങ്ങൾ ഉണ്ടാക്കാനും അതുപോലെ ഉദര സംബന്ധമായ ചില പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതയും ഈ 6ലെ സഞ്ചാരം കൊണ്ട് ഉണ്ടാകും. കാരണം 6ാം ഭാവം എന്ന് പറയുന്ന രോഗം, ശത്രു, കള്ളൻ എന്നൊക്കെ പറയുന്ന കുറേ കാര്യങ്ങളാണ്. അമ്മാവൻ തുടങ്ങിയവരുമായിട്ടൊക്കെ ഉള്ള ബന്ധം അത്ര മെച്ചമൊന്നും ആയിരിക്കാനും സാധ്യതയില്ല. കാരണം അമ്മയുടെ ബന്ധുക്കളുമായിട്ടുള്ള ബന്ധം. ചില കാര്യങ്ങൾ നേടിയെടുക്കാൻ പല തന്ത്രങ്ങളും ആലോചിക്കും. മീനത്തിലെ രാഹു ജലമാർഗത്തെയും അതുപോലെ ജലസംബന്ധമായ ജലജന്യ രോഗങ്ങളെയും സൂചിപ്പിക്കുന്നതാണ്. വിദേശത്തെ ജോലി, വിദ്യാഭ്യാസം എന്നിവ ഓഫർ ചെയ്ത് ഏജൻസിയായി പ്രവർത്തിക്കാനുള്ള സാധ്യതയും അതുപോലെ വിദേശ ജോലി, പഠനം എന്നിവയ്ക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള ഒരു സാഹചര്യവുമൊക്കെ ഉണ്ടാകും. 6ലെ രാഹു എന്തും ചെയ്യാനുള്ള ധൈര്യത്തെയും എന്ത് ചെയ്താലും കാര്യം സാധിക്കണം എന്നുള്ള ഒരു ചിന്താഗതിയെയും സൂചിപ്പിക്കുന്ന ഒരു ഭാവമാണ്. രാഹുവിന് വ്യാഴത്തിൻ്റെയോ ശുഭന്മാരുടെയോ ബന്ധമില്ലാതെ
പാപയോഗ ബന്ധമാണ് വരുന്നത് എങ്കിൽ എന്ത് ക്രൂരമായ കാര്യങ്ങൾ ചെയ്യാനും മനസാക്ഷി കുത്തൊന്നും ഉണ്ടാകത്തില്ല. മറിച്ച് വ്യാഴത്തിൻ്റെയോ അതുപോലെ ഏതെങ്കിലും നല്ല ശുഭന്മാരുടെയോ യോഗമോ ബന്ധമോ ഈ രാഹുവിന് വന്നാൽ മനസ്സിൽ ഇതുപോലുള്ള ചില കുരുട്ട് ബുദ്ധികളും കാര്യങ്ങളുമൊക്കെ തോന്നുകയും ഇച്ചിരി ക്രൂരമായ സ്വഭാവമൊക്കെ മനസ്സിൽ തോന്നിയാലും അതൊക്കെ അങ്ങ് മാറി അതൊന്നും പ്രാവർത്തികമാക്കാൻ സാധിക്കാതെ അതൊക്കെ ഉപേക്ഷിക്കുകയും ചെയ്യും. മനസ്സിൽ ചിലപ്പോൾ ഒരു ദേഷ്യവും കോപവും ഒക്കെ ഉണ്ടാവുമെങ്കിലും പ്രവൃത്തി പദത്തിലൊന്നും എത്താറില്ല. എന്നാൽ ഈ രാഹുവിനോട് പ്രത്യേകിച്ച് രാഹുകേതുക്കളുമായി ബന്ധപ്പെടുന്നത് പാപഗ്രഹങ്ങളാണെങ്കിൽ അവയുടെ വീര്യം വർദ്ധിക്കുകയും ചെയ്യും. ഇതൊക്കെ ജാതകത്തിലെ സ്ഥിതി കൂടി കണക്കിലെടുത്താണ് നമ്മൾ ചാരവശാൽ കാര്യങ്ങൾ തീരുമാനിക്കുമ്പോൾ അത് വിചാരിക്കേണ്ടത്. രാഹുകേതുക്കളുടെ ഒരു ബന്ധം ശുഭഗ്രഹങ്ങളുമായിട്ടൊരു നല്ല ബന്ധമുള്ള ജാതകക്കാരാണെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർ വലിയ കുരുട്ടുബുദ്ധിയും ക്രൂരതയൊന്നും കാണിക്കാൻ നിൽക്കില്ല എന്നുള്ളതാണ്. കാരണം ആ നിൽക്കുന്ന ഗ്രഹത്തിൻ്റെ ഒരു സ്വഭാവം അവർ കാണിക്കും. മറ്റൊരു കാര്യം പറയുന്നത്, കഴിഞ്ഞ ജന്മത്തിൽ, അതായത് 6-ാം ഭാവത്തിലെ രാഹു എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ജന്മത്തിൽ മറ്റുള്ളവരിൽ നിന്ന് നേരിടേണ്ടി വരുന്ന പീഡനങ്ങൾ, അതുപോലെ ദുരിതങ്ങൾ, ദുഃഖങ്ങൾ എന്നിവയൊക്കെ അതിനോട് പ്രതികരിക്കാൻ കഴിയാതെയും അല്ലെങ്കിൽ നിസ്സഹായനായി നോക്കി നിൽക്കേണ്ട ഒരു സാഹചര്യമൊക്കെ വന്ന ഒരവസ്ഥയിൽ അതിന് പകരം ചോദിക്കാൻ എന്ന നിലയിലും ആ കർമ്മം പൂർത്തീകരിക്കാൻ, അതായത് എന്നോട് ചെയ്ത ശത്രുതയ്ക്ക് എനിക്ക് പകരം വീട്ടണം എന്നുള്ള ഒരു നിലയിൽ അത് പൂർത്തീകരിക്കാനുള്ള ഒരു ഭാവമായിട്ടും ഈ രാഹുകേതുക്കളെ കാണാറുണ്ട് എന്നൊരു അഭിപ്രായം കൂടി നിലവിലുണ്ട്. അതുപോലെ ഏത് ഭാവത്തിലായാലും, ഇപ്പം നല്ല ഭാവത്തിലായാലും മോശം ഭാവത്തിലായാലും, പ്രത്യേകിച്ച് ഈ 5-ാം ഭാവത്തിലേക്ക് ഇനിയും ഈ രാഹു സഞ്ചരിക്കുമ്പോൾ, കാരണം തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം രാഹു മീനത്തിൽ നിന്ന് കുംഭത്തിലേക്ക് വരുമ്പോൾ 5-ാം ഭാവത്തിലേക്കാണല്ലോ വരുന്നത്. 5-ാം ഭാവം എന്ന് പറയുന്നത് മനസ്സാണ്. അതുപോലെ ഈ രാഹു പ്രേമബന്ധങ്ങളൊക്കെ ഉണ്ടാക്കുന്നതാണ്. അത്തരത്തിലൊക്കെ ഉള്ള ചിന്താഗതി വരുന്നത് തന്നെ കഴിഞ്ഞ ജന്മത്തിൽ പൂർത്തീകരിക്കാൻ കഴിയാതെ പോയതിൻ്റെ ബാക്കിപത്രം എന്നൊക്കെ ചിലർ അഭിപ്രായപ്പെടുന്നുണ്ട്. അതിനും ചില സാധ്യതകളുണ്ട് എന്നാണ് ഞാൻ ഈ പറഞ്ഞതിൻ്റെ ഒരു കാര്യം. അതുപോലെ മറ്റൊന്നാണ് ആഗ്രഹിച്ചത് നേടിയെടുക്കുക. ആഗ്രഹിച്ചത് നേടിയെടുക്കുമ്പോൾ സ്ഥാനമാനങ്ങളാണെങ്കിൽ പോലും എന്തായാലും അത് ഒരുപക്ഷെ സ്ഥാനമാനമായിക്കോട്ടെ, ജോലി ആയിക്കോട്ടെ, മറ്റെന്തെങ്കിലും ആയിക്കോട്ടെ, സാമ്പത്തിക വിഷയമായിക്കോട്ടെ, പ്രതികാരമായിക്കോട്ടെ, എന്തായാലും അതെല്ലാം നേടിയെടുക്കാൻ ഉള്ള എളുപ്പ വഴികളും വളഞ്ഞ വഴികളും ഒക്കെയാണ് ഈ രാഹു ചിന്തിക്കുന്നത്. രാഷ്ട്രീയക്കാർ നേതൃസ്ഥാനത്തിന് വേണ്ടിയും മറ്റു പദവിക്ക് വേണ്ടിയും ഉദ്യോഗസ്ഥർ സീനിയോറിറ്റി മറികടന്ന് സ്ഥാനം കൈക്കലാക്കാനും അങ്ങനെ ഏത് വഴിയും സ്വീകരിക്കുന്ന പല സംഭവങ്ങളും നമുക്ക് ഇന്നത്തെ കാലത്ത് പത്രങ്ങളിലൂടെയും അതുപോലെ തന്നെ മീഡിയയിലൂടെയൊക്കെ നമുക്കറിയാൻ സാധിക്കും. പലരെയും കടത്തി വെട്ടി മുന്നേറിയ കഥകൾ. അതുപോലെ ഭരണമാറ്റം വന്നാൽ അതിൻ്റെ തലപ്പത്ത് എത്താനുള്ള വഴി ആലോചിക്കുന്നതും ഇങ്ങനെയൊക്കെ ഉള്ളതിനെല്ലാം ഒരു പ്രധാന പങ്ക് ഈ രാഹുവിനുണ്ട്. രാഹു സ്വാഭാവികമായ നേരായ വഴിയെ സൂചിപ്പിക്കുന്നതല്ല എന്നാണ് അതിൻ്റെ ഒറ്റ വരി. അങ്ങനെ വരണമെങ്കിൽ ശക്തനായ ഒരു ശുഭൻ്റെ സാന്നിധ്യം വേണം. അതുണ്ടെങ്കിൽ വേണ്ടാത്ത വഴി മനസ്സിൽ തോന്നിയാലും അത് അങ്ങ് മാറിക്കോളും. അതൊന്നും പ്രാവർത്തികമാക്കാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരത്തില്ല. 2025 രാഹു കുംഭൻ രാശിയിൽ പ്രവേശിക്കുമ്പോൾ കേതു ചിങ്ങൻ രാശിയായ 11 വരും. ക്രിയാത്മകമായ പല ഗുണങ്ങളും, അതായത് ലാഭം ഉണ്ടാക്കിത്തരുന്ന ഒരു ഭാവമാണ് ഈ 11-ാം ഭാവം എന്ന് പറയുന്നത്. പലതും വന്നു ചേരാനും പലതും നേടിയെടുക്കാനുമുള്ള ഒരു അവസരം കേതു ഉണ്ടാക്കിത്തരും. 12-ൽ സഞ്ചരിച്ചപ്പോൾ നഷ്ടപ്പെട്ടു പോയതൊക്കെ നേടാൻ കഴിയാത്തത് പലതും ഈ 11-ാം ഭാവത്തിലേക്ക് വരുമ്പോൾ അത് ലഭിക്കാനും അത് നേടാനുമൊക്കെയുള്ള അവസരം വരും. ഈ രാശിമാറ്റത്തിന് മുമ്പ് ഇപ്പം നിലവിൽ കേതു നിൽക്കുന്നത് കന്നിരാശിയിലാണ്, അതായത് 12-ാം ഭാവത്തിൽ. 12-ാം ഭാവത്തിലെ കേതു എന്ന് പറഞ്ഞാൽ ചഞ്ചല മനസ്ഥിതിയെ സൂചിപ്പിക്കുന്നതാണ്. സ്ഥിരമായ ഒന്നല്ല, മനസ്സിങ്ങനെ മാറി മറിഞ്ഞു നിൽക്കാനുള്ള ഒരു പ്രവണതയും അതുപോലെ സത്യത്തെ മറച്ചു പിടിക്കാനുള്ള ഒരു താല്പര്യവും പലതും നഷ്ടപ്പെടാനും ഉള്ള സാഹചര്യവും അനാവശ്യമായ ചിലവും നഷ്ടത്തെ ഓർത്തുള്ള മാനസിക പ്രയാസങ്ങളും അന്യദേശവാസത്തെയും ഒക്കെ സൂചിപ്പിക്കുന്ന ഒരു ഭാവമാണ് ഈ 12-ാം ഭാവം. അപ്പോൾ 12-ാം ഭാവത്തിലാണ് നിലവിൽ കേതു നിൽക്കുന്നത്. ഇനിയാണ് അത് 11-ാം ഭാവത്തിലേക്ക് പോകുമ്പോഴാണ് ഈ നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചു പിടിക്കണം എന്നുള്ള ഒരു താല്പര്യം ഉണ്ടാകുന്നത്.
2025 രാശിമാറ്റം മൂലം കുംഭൻ രാശിയിലേക്ക് വരുന്ന രാഹു തുലാം രാശിക്കാർക്ക് 5ാം ഭാവത്തിലേക്കാണ് വരുന്നത്. രാഹുവിൻ്റെ കാര്യം പറയുമ്പോൾ 5ാം ഭാവം മനസ്സ്, ബുദ്ധി, കാര്യവിചാരം, സന്താനങ്ങൾ, അടുത്ത ജന്മം, അടുത്ത അവകാശി, ഇങ്ങനെ പലതിനെയും സൂചിപ്പിക്കുന്നതാണ് ഈ 5ാം ഭാവം. ആത്മാർത്ഥമായി സ്നേഹിച്ച കമിതാക്കളിൽ ആരെങ്കിലും ആ സ്നേഹം തിരിച്ചറിയാതെ ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തിരിച്ചടി എന്നോണം ഈ ജന്മത്തിൽ പരസ്പരം യോജിപ്പില്ലാത്ത ഒരു സാഹചര്യം അവരുടെ ജീവിതത്തിൽ വരാം. അതായത് കഴിഞ്ഞ ജന്മത്തിൽ തേച്ചിട്ട് പോയവരുണ്ടെങ്കിൽ ഈ ജന്മത്തിൽ അവരൊന്നിക്കാനുള്ള സാഹചര്യം ഈശ്വരൻ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അവിടെ ചില വിഷയങ്ങളൊക്കെ ഉണ്ടാകാം എന്നാണ് ഞാൻ പറഞ്ഞത്. കാരണം രാഹുകേതുക്കൾക്ക് പൂർവ്വജന്മവുമായി ഒരു ബന്ധമുണ്ട് എന്നുള്ള ആ ഒരു ഭാഗത്തെ സൂചിപ്പിച്ചാണ് ഇതൊക്കെ പറയുന്നത്. അതുണ്ടോ ഇല്ലയോ എന്ന് ശാസ്ത്രീയമായി തെളിയിക്കാനുള്ള സംഗതികളൊന്നും എൻ്റെ കൈവശം ഒട്ടില്ലതാണ്. കാരണം പൂർവ്വജന്മത്തിൽ എന്തായിരുന്നു, ഈ ജന്മത്തിൽ എന്താ, ഇതൊക്കെ ഒരുപക്ഷെ വിശ്വാസമായി തന്നെ ആയിരിക്കാം പലരും പറയുന്നത്. അല്ലെങ്കിൽ അതിന് ശാസ്ത്രീയമായ അടിത്തറയൊന്നും കാണത്തില്ലായിരിക്കും. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾ വിചാരിക്കുക, അത്രയാണ്. 5ാം ഭാവം മനസ്സായതുകൊണ്ട് തന്നെ മനസ്സിൽ കയറി കൂടിയ സ്നേഹം പിടിച്ചു പറ്റാൻ എല്ലാ വിദ്യകളും ഇവർ പ്രയോഗിക്കും. അതാണ് 5ാം ഭാവത്തിലെ രാഹു. ഈ 5ാം ഭാവത്തിൽ രാഹു നിൽക്കുന്നവരാണ് കൂടുതലും ജാതി മത ബന്ധങ്ങളൊന്നും നോക്കാതെ പ്രണയബന്ധത്തിലേക്ക് ഏർപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. അതൊരു പക്ഷേ രാഹുവിൻ്റെ ദശാപഹാര കാലങ്ങളിൽ ഇങ്ങനെയൊക്കെ 5ാം ഭാവത്തിലേക്ക് വക്രഗതിയിലൊക്കെ അല്ലെങ്കിൽ ചാരവശാൽ ഗോചരത്തിലൊക്കെ ഇങ്ങനെ സഞ്ചരിക്കുന്ന ഒരവസ്ഥ വരുമ്പോഴാണ് ഇത് കൂടുതൽ പ്രബലമായി അനുഭവപ്പെടുന്നത്. രാഹു പ്രേമബന്ധത്തിന് വേണ്ട എല്ലാ സാഹചര്യങ്ങളും ഉണ്ടാക്കി കൊടുക്കും. ഇവിടെ ജാതിമത ചിന്തയൊന്നും ഇവർക്ക് ഈ സമയത്തൊരു പ്രശ്നമല്ല. ഇതിനെ സംബന്ധിച്ച് കഴിഞ്ഞ മാർച്ചിൽ ഞാൻ 2 വീഡിയോ ചെയ്തിട്ടുണ്ട്. ഒന്ന് പ്രണയം പ്രേമവിവാഹം എന്നുള്ളതും പ്രണയം വരുന്ന വഴിയും. കാരണം പ്രണയത്തെ സംബന്ധിക്കുന്ന കാര്യങ്ങളും പ്രേമവിവാഹത്തെ സംബന്ധിക്കുന്ന കാര്യങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ട് തന്നെ അതിലും ഈ രാഹു ഒക്കെ ഉണ്ട് സൂചിപ്പിച്ചുകൊണ്ട് 2 വീഡിയോ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം കാണണമെന്ന് താല്പര്യമുള്ളവർക്ക് ആ വീഡിയോ കാണാം. 5ൽ രാഹു സഞ്ചരിക്കുമ്പോൾ സന്താനങ്ങളുടെ കാര്യത്തിൽ പുത്രഭാഗ്യം, വിദ്യാഭ്യാസം, ജോലി തുടങ്ങിയ കാര്യങ്ങളിൽ അത്ര മെച്ചമൊന്നും ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. ബുദ്ധിപരമായി നേർവഴി ചിന്തിക്കുന്നതിന് പകരം എളുപ്പ വഴിയെ നോക്കും. അത് ചിലപ്പോൾ ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യുകയും ചെയ്യും. അങ്ങനെ ചിലർ സ്ഥാനമാനങ്ങളുടെ കാര്യത്തിലൊക്കെ ഇവർ എന്തെങ്കിലുമൊക്കെ സ്വാധീനം ചെലുത്താനുള്ള ചില പ്രവർത്തികളൊക്കെ ചെയ്യുകയും ചെയ്യും. കാരണം നേരത്തെ പറഞ്ഞതുപോലെ രാഷ്ട്രീയക്കാരും അതുപോലെ തന്നെ സർക്കാർ ജോലിയിലോ വേറെ ഏതെങ്കിലുമൊക്കെ ജോലിയിലോ ഇരിക്കുന്നവർക്ക് പെട്ടെന്ന് തന്നെ ഏതെങ്കിലുമൊക്കെ വളഞ്ഞ വഴിയിൽ അത് മുൻപന്തിയിലെത്താനും അധികാരം നേടാനും അതുപോലെ തന്നെ പ്രമോഷൻ, ആ ഒരു സീനിയോറിറ്റി മറികടന്നുകൊണ്ട് എങ്ങനെ നമുക്ക് ആ വലിയ കസേരയിൽ ഇരിക്കാൻ പറ്റും എന്നൊക്കെ ചിന്തിക്കുന്നതെല്ലാം ഈ രാഹുവിൻ്റെ ഒരു ചിന്താഗതിയിൽ വരും എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. 2025 രാഹു കുംഭത്തിൽ പ്രവേശിക്കുമ്പോൾ കേതു ചിങ്ങൻ രാശിയായ 11ലും വരും. ഇത് ക്രിയാത്മകമായ പല ഗുണങ്ങളും, അത് 11ാം ഭാവം എന്ന് പറയുന്ന ലാഭസ്ഥാനമാണ്. അത് ക്രിയാത്മകമായ ഒരുപാട് ഗുണങ്ങൾ ഉണ്ടാവുകയും അതുപോലെ തന്നെ മുമ്പേ പറഞ്ഞതുപോലെ നമുക്കില്ലാതെ പോയ, നഷ്ടപ്പെട്ടു പോയ, തിരിച്ചു പിടിക്കാൻ കഴിയാതെ പോയ പലതും നേടിയെടുക്കാനുള്ള ഒരവസരമായിട്ടുമൊക്കെ 11ലെ കേതു ചിലപ്പോൾ സഹായിച്ചെന്ന് വരും. അതുപോലെ 12ാം ഭാവത്തിൽ കേതു സഞ്ചരിച്ചപ്പോൾ നഷ്ടപ്പെട്ടു പോയതൊക്കെ 11ാം ഭാവത്തിലേക്ക് വരുമ്പോൾ തിരികെ ലഭിക്കാനുള്ള ഒരു സാഹചര്യവും വരാം. രാഹുവിനെ സംബന്ധിച്ച് പറയുമ്പോൾ 6ാം ഭാവത്തിൽ ചില ശത്രുതയൊക്കെ തോന്നി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അത് 5ാം ഭാവത്തിലേക്ക് വരുമ്പോൾ ഒരുപക്ഷെ പ്രേമത്തെയോ അല്ലെങ്കിൽ സ്നേഹത്തെയോ ഒക്കെ സൂചിപ്പിക്കുന്ന ഒരു കാര്യമാകാനും മതി. ഇതെല്ലാം തന്നെ ഒരു പൊതുഫലത്തെ സൂചിപ്പിക്കുന്ന കാര്യങ്ങളാണ്, പൊതുവായിട്ടുള്ള ചില കാര്യങ്ങളാണ് നമ്മളിത് പറയുന്നത്. കാരണം ഓരോരുത്തരുടെയും ജാതകത്തിലെ സ്ഥിതി എന്താണെന്നും ഓരോരുത്തരുടെയും ജാതകത്തിൽ രാഹുവിൻ്റെ സപ്പോർട്ട് ചെയ്യുന്ന ഗ്രഹങ്ങൾ പാപഗ്രഹങ്ങളാണോ ശുഭഗ്രഹങ്ങളാണോ ഇതൊന്നും നമുക്കറിയില്ല. എങ്കിലും ഗോചരത്തിൽ ഇങ്ങനെ സഞ്ചരിച്ച് വരുന്ന ഒരു സാഹചര്യത്തിൽ ഈ തുലാം രാശിക്കാരെ സംബന്ധിച്ചുള്ള 6ാം ഭാവത്തിൽ നിന്ന് 5ാം ഭാവത്തിലേക്ക് രാഹു മാറുന്നു, 12ാം ഭാവത്തിൽ നിന്ന് 11ാം ഭാവത്തിലേക്ക് കേതു മാറുന്നു. ഇത്തരം സാഹചര്യങ്ങളിൽ പൊതുവായി സംഭവിക്കാവുന്ന കുറേ കാര്യങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഈ പ്രേമത്തിൻ്റെയും വിവാഹത്തിൻ്റെയൊക്കെ കാര്യം പറഞ്ഞത് പ്രായത്തിൻ്റെ അനുസരിച്ച് വേണം ചിന്തിക്കാൻ. കാരണം കൊച്ചുകുട്ടികളിലും വൃദ്ധജനങ്ങളിലും ഒന്നും ഇത്തരം കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കാൻ പാടില്ല. അത് ഓരോ പ്രായത്തിൻ്റെ അനുസരിച്ചും ഓരോ ദശാകാലത്തിൻ്റെ അനുസരിച്ചും ആ ജാതകത്തിൽ ഓരോരുത്തരുടെയും ജാതകത്തിൽ നിലനിൽക്കുന്ന ഗ്രഹങ്ങളുടെ സ്വാധീനത്തിൻ്റെ അനുസരിച്ചുമൊക്കെ ഫലങ്ങളിലൊക്കെ ചില വ്യത്യാസങ്ങളും ചില മാറ്റങ്ങളുമൊക്കെ സംഭവിക്കാവുന്ന കാര്യങ്ങളാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വരികിൽ അത്
ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം രാഹു കേതുക്കളുടെ കാര്യങ്ങളും നമ്മൾ അറിയേണ്ട ഒരുപാട് വിഷയങ്ങളുണ്ട് എന്നതുകൊണ്ടാണ് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. നന്ദി, നമസ്കാരം.